ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ? ഇന്ന് ഞാൻ എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ലൂയി വിട്ടൻ്റെ പസഫിക് ചിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂം ഇട്ടാണ്. പിന്നെ ഇങ്ങനെയാണ് അതിൻ്റെ പ്രസൻറ്റേഷനും പെട്ടിയൊക്കെ ബോക്സുകളൊക്കെ അതിൽ വരും. പെർഫ്യൂം ഇതാ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഞാനങ്ങനെ ബോക്സും പെട്ടിയും പെർഫ്യൂമും ബോട്ടിലൊന്നും ഒന്നും കൺസേൺഡ് അല്ല. അതൊന്നും നമ്മുടെ വിഷയമല്ല. നമുക്ക് സെൻറ്റ് പ്രൊഫൈല് അതിൽ വലിയ മൂടി പിടിപ്പിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. പക്ഷെ ഈ പെർഫ്യൂം എടുത്ത മൂമെൻ്റ് തന്നെ ആദ്യമായിട്ട് ഞാൻ എടുത്തപ്പോൾ തന്നെ ഒരു ഒരു എക്സ്ട്രാ സ്പെഷ്യൽ കംഫർട്ട് ഫീലായി. ഒരു പ്രത്യേക സുഖം ഉണ്ടത് പിടിക്കാനും. കണ്ടോ, മാഗ്നറ്റിക് ക്യാപ്പ്, അങ്ങനെ നല്ല വെയിറ്റുള്ള ക്യാപ്പ്, ഒരു പ്രത്യേക ഭംഗിയും ഫീലും ഉണ്ട് ഈ ബോട്ടിൽ. ഇങ്ങനെ കാണാൻ പോലെ ഇല്ല. നമുക്ക് നല്ല വിലയുണ്ട്. ഇപ്പോൾ അതിനായിട്ട് നമ്മൾ മൈൻഡിൽ കൊടുക്കുന്ന ചിലപ്പോൾ ഒരു പ്രീ ജഡ്ജ്മെൻ്റ് ആവും. എന്തെങ്കിലും ആവട്ടെ, പെർഫ്യൂമിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നല്ല രസമുള്ള സെൻ പ്രൊഫൈല്. ലൂയി വിട്ടൻ്റെ കുറേ അധികം പെർഫ്യൂംസ് ഞാൻ ട്രൈ ആക്കിയിട്ടുണ്ട്. ലൂയി വിട്ടൻ്റെ കുറേ അധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഈ സിട്രസ് ഫോർവേഡ് ആയിട്ടുള്ള ഒരുവിധം എല്ലാ പെർഫ്യൂമും ട്രൈ ആക്കി. ഇപ്പോൾ ലെമൺസ് ആയിട്ട് ആഫ്റ്റർനൂൺ സിമ്മ്, പസഫിക് ചില്ല്, ഇമാജിനേഷൻ, മിറ്റിയോർ, ഇങ്ങനെ 5 പെർഫ്യൂംസ് ആണ് ആ കൂട്ടത്തിൽ ലെമൺ, സിട്രസ്, ഓറഞ്ച് ഫോർവേഡ് ആയിട്ട് വരുന്നതൊക്കെ. ഒന്നാമത് ഇത് 5ഉം കൺഫ്യൂഷനാണ്. ഏതിട്ടാലും ഏത് സ്മെല്ല് ചെയ്താലും നമുക്ക് ഇഷ്ടപ്പെടും. ഇതിൽ ഏത് കൂടുതൽ ഇഷ്ടപ്പെടും ഏത് കുറഞ്ഞ് ഇഷ്ടപ്പെടും എന്നുള്ളതല്ല, ഒക്കെ 1-ാം നമ്പർ പെർഫ്യൂമുകളാണ്. ഇതിൽ ഒരു പിടിക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ടോൺ അനുസരിച്ചിട്ട് ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനിൽ നമ്മളവിടെ പോയിട്ട് പിന്നെ ഏതെങ്കിലും ഒന്നും എടുത്ത് പോരലാണ് സാധാരണ. ഒരുവിധ ആൾക്കാർ ഇമാജിനേഷൻ എടുത്ത് പോവും. പക്ഷേ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് സബ്റ്റിലായിട്ട് കുറേ നേരം അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസ് ഏതാണെന്ന് മൈൻഡിലേക്ക് കൂടുതൽ ഏതിനോട് ഇഷ്ടപ്പെടും എന്നുള്ള രൂപത്തിൽ അങ്ങനെ എൻ്റെ ഒരു കൺക്ലൂഷനിലാണ് ഞാൻ പസഫിക് ചില്ല്. ആൻഡ് പസഫിക് ചില്ല് ഒരു അപാര പെർഫ്യൂമാണ്. അടിച്ചവർ അത്രയും എന്നോട് പറഞ്ഞു, കാവ്യാത്മകമായിട്ട് പറഞ്ഞാണ്, എന്ത് പെർഫ്യൂം അടിച്ചിരിക്കുന്നു. ഇന്നും എനിക്ക് ലിറ്ററലി കോംപ്ലിമെന്റ്സ് കിട്ടി. ഇന്നലെ ഇതൊന്നും അടിച്ചിട്ടുണ്ട്. ഇന്നലെ സാധാരണ ഒരുത്തൻ നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ ഓഫീസിൽ വന്നിട്ട് 4 പുറം എയർ ഫ്രഷ്നർ വെച്ചിട്ടുണ്ടോന്ന്. സത്യം അങ്ങനെ. അപ്പം അത്രയും വൈഡ് സ്പ്രെഡ് ആവണ ഒരു പെർഫ്യൂമാണ്. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ടാണ് ഞാൻ എയർ ഫ്രഷ്നർ വെച്ചിട്ടുണ്ടോ എന്ന് അവൻ ചോദിച്ചു. പിന്നെ എൻ്റെ അടുത്ത് നിന്നാണ് സ്മെല്ല് എന്നുള്ളത്. അവൻ പറഞ്ഞത് പച്ചമാങ്ങയുടെ സ്മെല്ല് എന്നാണ് പറഞ്ഞത്. എനിക്ക് പച്ചമാങ്ങ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ അങ്ങനെ അപ്പോൾ ആൾക്കാർ നല്ല റിയാക്ഷനും നല്ലൊരു പ്ലസൻറ്റ് ഫീലിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമും. ഭയങ്കര ക്ലീനാണ്, എയറിയാണ്. പിന്നെ കോംപ്ലിമെൻറ്റ് എനിക്ക് ഭയങ്കര കോംപ്ലിമെന്റ്സ് കൊണ്ട് തന്നെ ഞാൻ ആകെ അപ്ലിഫ്റ്റ് ആവുന്ന രൂപത്തിലുള്ള കോംപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ലൂയി വിട്ടൻ്റെ പസഫിക് ചിൽ. ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പെർഫ്യൂമാണ് പസഫിക് ചിൽ. ഇനി ഇതിൻ്റെ സെൻ പ്രൊഫൈൽ പറഞ്ഞുതരാം. ഓപ്പണിങ് നല്ല എക്സ്ട്രീംലി ബ്രൈറ്റ് ആയിട്ടുള്ള സ്ട്രേറ്റ് ഫോർവേഡ് ലെമണാണ്. ലെമൺ പ്ലസ് ഓറഞ്ച്. ഓക്കെ, ലെമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെമൺ ലീനിങ് ആയിട്ട് കിടക്കുന്നത് ഇമാജിനേഷനാണ്. ഇതൊരു സ്വീറ്റ് ഓറഞ്ച് ആയിട്ട്. ഇതിൽ ലൂയി വിട്ടൻ്റെ പെർഫ്യൂംസ് എപ്പോഴും സിമ്പിളാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പെർഫ്യൂംസ് ഒക്കെ വെരി സിമ്പിളാണ്. നിങ്ങൾ പുറത്തിൽ കൂടെ അല്ലെങ്കിൽ അണ്ടർലൈനിൽ കൂടെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ അണ്ടർലൈനിട്ട് കൂടെ ഒന്നുമില്ല ഇതിൽ. അങ്ങനെ ഓരോ കോംപ്ലിക്കേഷൻസ് ആയിട്ടോ പെർഫ്യൂമിൽ വേറെ കുറേ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ എന്താണോ അത് തന്നെ നിങ്ങൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ മേ ബി എന്ത് രസമാണ്. അത് തന്നെ നിങ്ങൾ മനസ്സിൽ കരുതിയാൽ മതി. ആ മിൻറ്റിൻ്റെ നോട്ട് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ ആദ്യം ഇതിലടിച്ചു, ഓപ്പണിങ് വിട്ടിട്ട് പിന്നെ ഇതിൻ്റെ ഉണ്ട്. ഇത് ഞാൻ മുന്നേ അടിച്ചു വെച്ചതാണ് ഇതിൻ്റെ മുന്നത്തെ ടേക്ക് പോയപ്പോൾ. ഒരു ഓപ്പണിങ്ങിൽ ഈ ഒരു സിട്രസ് ഫോർവേഡഡ് ആയിട്ട് സിട്രസ്, ഓറഞ്ച്, കുറച്ച് ജിഞ്ചറായിട്ടാണ് ഓപ്പണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പണിങ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി ഒരു 60% ഞാനീ പറഞ്ഞ പോലെ ബ്രൈറ്റ് ആയിട്ടുള്ള സിട്രസ്, ഓറഞ്ച് ആയിട്ടുള്ള നാച്ചുറൽ ഓറഞ്ച് ഫീൽ ആയിട്ടുള്ള ഇതിൻ്റെ ആ ഒരു കോംബോ, സ്വീറ്റ് ആയിട്ടുള്ള കോമ്പോടൊപ്പം ഒരു 40% മിൻറ്റ് ലീവ്സ്, പുതിന ഇല,
ഒരു കയറിക്കെടുക്കുന്നുണ്ട്. ഒരു ഗ്രീൻ മിൻറ്റ് അതിൻ്റെ ഇടയിൽ കൂടെ കയറിക്കെടുക്കുമ്പോൾ ഒരു റിഫ്രഷിങ്ങും ഒരു സൂത്തിങ്ങും ഒരു ഭയങ്കര ഫീൽ ഗുഡ് ഫാക്ടറി പെർഫ്യൂമിലുണ്ട്. നിങ്ങൾ എന്താ പിന്നെ പറയാ, ഇന്നലെ ഞാൻ ഈ പെർഫ്യൂം അടിച്ചു നോക്കുമ്പോൾ എൻ്റെ മാമാടെ മകൻ പറയണം മിറിണ്ട കുടിക്കുന്നുണ്ട് ഇവിടെ ആരെങ്കിലും ഒന്ന്. അങ്ങനെ ഒരു കാംനെസ്സും ഒരു റിയൽ വേൾഡ് സിറ്റുവേഷനെ വെച്ചിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. അത്രയും സിമ്പിൾ ബേസിക് ബട്ട് ബ്യൂട്ടിഫുൾ, അത്രേ ഇത് പറയാൻ നോക്കൂ. ഇങ്ങനെയും പെർഫ്യൂമുകൾ ഉണ്ടോ, അല്ലെങ്കിൽ ഇത്ര ഒരു സുഗന്ധത്തിന് ഇത്രയും അഡിക്റ്റീവ് ആക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. അത്രയും ഭംഗിയിൽ നാച്ചുറലി ഫീൽ ആവുന്ന രൂപത്തിലാണ് ലൂയി വിട്ടൻ്റെ പസഫിക് ഷീലുള്ളത്. പിന്നെ അവിടുന്ന് ഈ 40-60, അതായത് 60% ഫ്രൂട്ടി, ഇവിടെ 40% മിൻറ്റ് ലീവ്സ്, മിൻറ്റും കുറച്ച് മിൻറ്റ് ആൻഡ് പിന്നെന്താ പറഞ്ഞത്, ഗ്രീൻ ആയിട്ടുള്ള ഗ്രീനിഷ് മിൻറ്റായിട്ട് അവിടെ ഉണ്ട്. പിന്നെ അതിങ്ങനെ സബ്റ്റിലായിട്ട് ഒരു 50-50 അതങ്ങനെ പോകുന്നുണ്ട്. ഈ മിഡിൽ നോട്ടൊന്നും പിന്നെ ഒരു അപാര ട്രാൻസാക്ഷനൊന്നും ഇല്ല. അത് തന്നെയാണ് ബേസ് നോട്ടിലേക്കും വന്ന് കിടക്കുന്നത്. പിന്നെ വേറെ കാര്യം എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, നല്ല പ്രൈസി പെർഫ്യൂമാണ് ലൂയി വിട്ടൻ്റെ പെർഫ്യൂംസൊക്കെ. ഈ പെർഫ്യൂമുകൾ ഇതിൽ പറയണ 7, ഇതിൽ പറഞ്ഞ 5 പെർഫ്യൂംസും ഒംബ്രനമോഡൊക്കെ ഓക്കെ, പക്ഷെ ബാക്കിയുള്ള ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ലിമൻസ് ആയിട്ട്, അതേപോലെ പസഫിക് ഷീൽ, ആഫ്റ്റർനൂൺ സിം, ഇമാജിനേഷൻ, പിന്നെ ഇതാണ് മിറ്റിയോർ, ഈ 5 പെർഫ്യൂംസും വീണ്ടും വാങ്ങിക്കാൻ അഫോർഡബിലിറ്റി ഉള്ള ആൾക്കാർ വാങ്ങിച്ചാൽ മതിയെന്ന്. അല്ല, വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 അടി അടിച്ചു കഴിഞ്ഞാൽ ഈ പെർഫ്യൂം ഒന്നും ആവില്ല. ഈ പെർഫ്യൂം അതിൻ്റെ ഭംഗിയും അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഫീലിങ്ങും അതിൻ്റെ ഒരു ലൂയി വിട്ടൻ്റെ ആ ഒരു സ്പെഷ്യൽ ഫീലിങ്ങും അവർക്ക് ഫീൽ ആവണമെന്നുണ്ടെങ്കിൽ, നമുക്ക് തന്നെ ഒരു സന്തോഷം വരുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10-15 അടി അടിക്കണം. 1.5 മാസം കൊണ്ട് പെർഫ്യൂം തീർത്തിട്ട് വീണ്ടും വാങ്ങിക്കാൻ കഴിയാൻ മാത്രമുള്ള അഫോർഡബിലിറ്റി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലോണോ കാര്യങ്ങളോ വെച്ചിട്ട് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ സ്മെല്ല് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഡീക്കൻഡോ അല്ലെങ്കിൽ ഒരു സാമ്പിളോ വാങ്ങിച്ചാലും മതി. സ്ട്രേറ്റ് അവേ പറയാണ്, നമ്മൾ അങ്ങനെയും അഫോർഡബിലിറ്റി, അല്ലെങ്കിൽ കളക്ഷൻ്റെ പോലെ നമുക്ക് അത്രയും പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വാങ്ങിക്കാം. പക്ഷെ പെർഫ്യൂം ഒരു മുതൽ തന്നെയാണ്. ഒരു അപാര ഐറ്റം വാങ്ങിച്ച് അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും വാങ്ങിക്കും. എങ്ങനെയും വാങ്ങിക്കാൻ പറ്റുന്ന അങ്ങനെയും വാങ്ങിക്കാൻ പോരാ, അങ്ങനെ നമ്മളെങ്ങനെ പ്രേരിപ്പിക്കുന്ന ഒരു അപാര പെർഫ്യൂം. മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫ്രീഡം ഇൻഡസ്ട്രിയലും ബ്യൂട്ടീഷ്യനിലൊക്കെ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന കുറേ പെർഫ്യൂമുകൾ ഉണ്ടെന്ന്. ആ കൂട്ടത്തിൽ പെട്ടതാണ് നമ്മുടെ പസഫിക് ഷീൽ. പിന്നെ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ ഇത് അത്ര ലാസ്റ്റ് ചെയ്യില്ല. ഇവിടെ തന്നെ AC എൻവറോൺമെൻറ്റിൽ ഇതൊരു 5-8 മണിക്കൂറിൽ തീർന്നു പോകുന്നുണ്ട്. പക്ഷേ ഉള്ള 5-8 മണിക്കൂറിൽ ആദ്യത്തെ 2-3 മണിക്കൂർ നല്ലൊരു ഔട്ട് ബസ്റ്റ് ഓഫ് AC എൻവറോൺമെൻറ്റിൽ നന്നായിട്ട് ട്രാവൽ ചെയ്ത് നല്ല സെൻറ്ററോടും നല്ല സെൻബബിളും ഒരു നല്ല സെൻട്രയിലും ഈ പെർഫ്യൂം ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോൾ ഓപ്പണിങ് വിട്ടിട്ട് ഒരു ട്രാൻസിഷൻ്റെ സ്റ്റേജിലാണ്. ഒക്കെ സെയിം ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് എൻ്റെ 5-8 മണിക്കൂറിൽ പെർഫ്യൂം തീർന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒരു അപാര പെർഫോമൻസ് എന്നുള്ള ഇതിലില്ല. പക്ഷെ ഉള്ളതൊക്കെ എക്സ്ട്രീംലി നാച്ചുറൽ ഫീലിംഗ് ആയിട്ട് ഒരു പോയിന്റിൽ നമ്മളെ മടുപ്പിക്കാത്ത രൂപത്തിൽ വീണ്ടും നമ്മളെ അടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പെർഫ്യൂം. അതുതന്നെയാണ് പെർഫ്യൂം. പിന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒരു ഡീക്കൻഡോ, ഒരു സംഗതി അറിഞ്ഞിരിക്കേണ്ട സുഗന്ധമാണ്. ഒരു ഡീക്കൻഡോ ഇതോ സാമ്പിളോ വാങ്ങിച്ചാലും അഫോർഡബിൾ ചെയ്യാൻ ആൾക്കാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ the one which you should go for, പസഫിക് ഷീൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.